നമസ്കാരം. ബി.ജെ.പി. വീണ്ടും അധികാരത്തിലെത്തിയാൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ തന്നെ ഏക സിവിൽ കോഡും ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള പദ്ധതിയുമൊക്കെ നടപ്പാക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ പറയുന്നത്. മതേതര രാജ്യത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാകരുതെന്ന് അംബേദ്കർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയതാണ് എന്നുകൂടി അമിത്ഷാ വാദിക്കുന്നുണ്ട്. അതായത് പലപ്പോഴും ഇന്ത്യയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളെ മറികടക്കേണ്ടതുണ്ട് എന്നാണ് അമിത്ഷാ പറയുന്നത്. ഏക സിവിൽ കോഡ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നും ഭരണഘടനാ ശില്പികൾ സ്വാതന്ത്ര്യത്തിന് ശേഷം പാർലമെൻറ്റിൻ്റെയും നിയമസഭകളുടെയും മേൽ ബാക്കി വെച്ച ഉത്തരവാദിത്തമാണ് അത് എന്നാണ് അമിത്ഷാ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആലോചിച്ചെടുത്ത നമ്മൾക്ക് വേണ്ടിയുള്ള മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഏക സിവിൽ കോഡുമുണ്ട് എന്നും ഒരു മതേതര രാജ്യത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാകരുതെന്ന് തന്നെയാണ് അന്ന് കെ മുൻഷിയും രാജേന്ദ്ര ബാബുവും അടക്കമുള്ള, മാത്രമല്ല അംബേദ്കർ പോലുള്ള നിയമപണ്ഡിതർ പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഏക സിവിൽ കോഡ് വരേണ്ടതാണ്, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ഈ ഗവൺമെൻറ്. ബി.ജെ.പി. ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് പരീക്ഷണം നടത്തി കഴിഞ്ഞുവെന്നും മാത്രമല്ല ഏക സിവിൽ കോഡ് വലിയൊരു സാമൂഹിക നിയമ മത പരിഷ്കരണമാകുമെന്ന് തന്നെയാണ് ബി.ജെ.പി. വിശ്വസിക്കുന്നതുമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഉത്തരാഖണ്ഡ് സർക്കാർ നടപ്പിലാക്കിയ ആ നിയമം സാമൂഹിക നിയമ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ മതനേതാക്കളുമായും ചർച്ച നടത്തേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ വിപുലമായിട്ടുള്ളൊരു സംവാദം അത് ആവശ്യമാണ് എന്നുകൂടി മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡ് നടപ്പാക്കിയ നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വേണമോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. നിയമം നടപ്പാക്കി കഴിഞ്ഞാൽ, അതായത് ഏക സിവിൽ കോഡ് നടപ്പാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും ഇതിനെതിരെ കോടതിയെ സമീപിക്കാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ ജുഡീഷ്യറിയുടെ അഭിപ്രായവും വരും. അതിനുശേഷം പാർലമെൻറ്റും നിയമസഭകളും നിയമം നടപ്പാക്കുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ബി.ജെ.പി. പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ് എന്നുകൂടി അദ്ദേഹം അതായത് നിയമം നടപ്പാക്കാൻ 5 വർഷം തന്നെ വേണ്ടുവോളമുണ്ട് എന്നുകൂടി അമിത്ഷാ പറയുകയാണ്. അതായത് ഈ 5 വർഷത്തിനുള്ളിൽ അത് നടപ്പിലാക്കിയിരിക്കും. ഇതിന് ശേഷമായിരിക്കും ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ട എല്ലാ പരിശ്രമങ്ങളും സർക്കാർ നടത്തുക എന്നുകൂടി ഷാ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനായിട്ട് തന്നെ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള രാംനാഥ് കോവിന്ദ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് തിരഞ്ഞെടുപ്പുകളെല്ലാം ഒരേ സമയത്ത് നടത്തേണ്ട സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇത് തിരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കുകയും മാത്രമല്ല അടുത്ത 5 വർഷത്തിനിടെ തന്നെ ഇത് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് ബി.ജെ.പി. സർക്കാർ. അതുകൊണ്ട് നടപ്പിലാക്കുക തന്നെ ചെയ്യും. വേനലിൽ നിന്ന് ശൈത്യകാലത്തേക്ക് തിരഞ്ഞെടുപ്പുകൾ മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് നേരത്തെ ആക്കിയെങ്കിലും അത് നടപ്പാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. എന്തായാലും ഏക സിവിൽ കോഡ് പോലെ തന്നെ ഇത് നടപ്പിലാക്കും. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ അവധിക്കാലം, ആ അവധിക്കാലം അത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ക്രമേണ തിരഞ്ഞെടുപ്പിൻ്റെ സമയം ഇതിനോടൊപ്പം തന്നെ മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നാണ് അമിത്ഷാ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്ന പദ്ധതിയും ഏക സിവിൽ കോഡ് എന്ന് പറയുന്നതും അത് ഇന്ത്യയിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും. കാരണം വീണ്ടും ബി.ജെ.പി. 2024 അധികാരത്തിൽ വരികയാണ്. അങ്ങനെ അധികാരത്തിലെത്തുവാനുള്ള എല്ലാ സാധ്യതകളും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും ബി.ജെ.പി. അധികാരത്തിലെത്തുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ ആദ്യം നടപ്പിലാക്കാൻ പോകുന്നത് ഏക സിവിൽ കോഡും അതിനുശേഷം നടപ്പിലാക്കാൻ പോകുന്നത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതിയുമായിരിക്കും. കാരണം മുമ്പിൽ 5 വർഷമുണ്ട്. ഈ 5 വർഷത്തിനുള്ളിൽ നടപ്പാക്കാൻ തുനിയുന്ന 2 പദ്ധതികളിൽ ഒന്നാണിത്. ആദ്യം നടപ്പിലാക്കാൻ പോകുന്നത് ഏക സിവിൽ കോഡും രണ്ടാമത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള പദ്ധതികളുമാണ്. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കിയതുപോലെ അവിടെ ഒരു പരീക്ഷണാർത്ഥം ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ടായിരിക്കും ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവനുമായിട്ടും ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നത്. അതിനുശേഷം, അതായത് ഇതിൻ്റെ പോരായ്മകൾ കണ്ടുപിടിച്ച് അത് പരിഹരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇന്ത്യയിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അങ്ങനെ ഏക സിവിൽ കോഡും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള സംവിധാനങ്ങളും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനം. 2024 തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ ബി.ജെ.പി. അധികാരത്തിലെത്തും. ആ അധികാരത്തിലെത്തിയാൽ ആദ്യം നടപ്പിലാക്കാൻ പോകുന്നത് ഈ ഏക സിവിൽ കോഡാണ്.